ചേതക് 2901 ബജാജിൻ്റെ ഭാഗത്ത് നിന്ന് റീസെൻ്റ്ലി ഇറങ്ങിയ ഏറ്റവും മോസ്റ്റ് അഫോർഡബിൾ അതുപോലെ ഡിമാൻഡിങ് ആയിട്ടുള്ള വണ്ടിയാണ് 2901. ഈ വണ്ടി വന്നിട്ട് റീസെൻ്റ്ലിയാണ് ലോഞ്ച് ആയത്. പക്ഷേ എന്ന് ലോഞ്ചായ അന്ന് മുതൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡിങ് ആയിട്ടുള്ള വണ്ടിയാണ് 2901. നമ്മൾ പ്രൈസ് പോയിന്റ് വെച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് വാല്യൂ ഫോർ മണി EV സ്കൂട്ടർ എന്ന് പറഞ്ഞാൽ ഇതിനെ പറയാം. ആണ് ഇപ്പോൾ മാർക്കറ്റിലുള്ളതിൽ ഏറ്റവും ബെസ്റ്റ് വാല്യൂ ഫോർ മണി വെഹിക്കിളാണ് 2901. നമ്മൾ ബിൽഡ് ക്വാളിറ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ വണ്ടി വരുന്നത് ഫുൾ മെറ്റൽ പാനൽസാണ് വണ്ടി ഇത് ഉപയോഗിക്കുന്നത്. നമുക്ക് ആഫ്റ്റർ സർവീസും ബെറ്ററാണ്. അത് നമുക്ക് എക്സലൻ്റ് എന്ന് പറയാൻ പറ്റത്തില്ല, പക്ഷേ നമുക്ക് ബാക്കിയുള്ള വണ്ടി വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കമ്പാരിറ്റീവ്ലി ബെറ്ററാണ് ബജാജിൻ്റെ സർവീസ്. നമ്മൾ ബാക്കിയുള്ള വണ്ടി വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ആക്ച്വലി ഏതറിൻ്റെ 450S എന്ന സീരീസ് ഉണ്ട്. ആക്ച്വലി ഏതർ എന്നുള്ള 450യുടെ ഏറ്റവും ബേസ് സീരീസാണ് S എന്നുള്ളത്. അത് ആക്ച്വലി ഏതറിൻ്റെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഏറ്റവും അഫോർഡബിൾ വണ്ടിയായിട്ടാണ് അറിയപ്പെടുന്നത്. പക്ഷേ പ്രൈസ് പോയിന്റ് നമുക്ക് നോക്കുകയാണെങ്കിൽ കുറച്ച് വണ്ടിക്ക് വില കൂടുതലാണ്. ഏതർ അത് എക്കണോമിക് വണ്ടി എന്നൊക്കെ പറഞ്ഞാലും പ്രൈസ് പോയിന്റിൽ വണ്ടിക്ക് കുറച്ച് വില കൂടുതലാണ്. നമ്മൾ എക്സ്ഷോറും വില നമ്മൾ നോക്കുകയാണെങ്കിൽ 1,26,000 രൂപയാണ് എക്സ്ഷോറും വില കൊച്ചിയിലെ റേറ്റ് വരുന്നത്. നേരെ മറിച്ച് ബജാജ് ചേതക്കിൻ്റെ കേസ് നമ്മൾ നോക്കുകയാണെങ്കിൽ 99,000 രൂപ, അതായത് 1,00,000 രൂപയ്ക്കാണ് ബജാജ് ചേതക്ക് കൊച്ചിയിൽ വരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്ന ഈ രണ്ട് വണ്ടികളുടെ കമ്പാരിസൺ ആണ്. അതായത് ബജാജ് ചേതക്ക് 2901 അവർ ഏതർ 450Sൻ്റെ ഒരു കമ്പാരിസൺ ആണ്. അപ്പോൾ 26,000 രൂപ നിങ്ങൾ അഡീഷൻ കൊടുക്കുമ്പോൾ അത് വെർത്താണോ എന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ പറയുന്നത് ആക്ച്വലി വെർത്താണ് 26,000 രൂപ. എന്തുകൊണ്ടാണെന്ന് വീഡിയോയിൽ ഞാൻ പറയാം. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, എല്ലാവർക്കും ജെയിൻ വ്ലോഗ്സിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. നിങ്ങൾ ചാനൽ അതുമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. കൂടെ നിങ്ങളുടെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ഇൻഫോർമേറ്റീവ് വീഡിയോ നിങ്ങൾക്ക് ആദ്യമേ നോട്ടിഫിക്കേഷൻ വരില്ലേ. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, അത് സമയം കളയാൻ നമുക്ക് നേരെ വീഡിയോ ഇട്ട് പോകാം. നമുക്ക് ആദ്യമായിട്ട് ഡിസൈൻ ഒന്ന് കമ്പയർ ചെയ്യാം. അപ്പോൾ ചേതക്ക് വരുന്നത് ആക്ച്വലി ഒരു ഓൾഡ് റെട്രോ ലുക്കിലാണ് വരുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ഫാമിലി ഓറിയൻറ്റഡ് ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും വണ്ടി സ്യൂട്ട് ആവും. കാരണം കുറച്ച് ഏജ്ഡ് ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ ബജാജ് ചേതക്ക് പ്രിഫർ ചെയ്ത് കണ്ടിട്ടുള്ളത്. എന്ന് വെച്ചിട്ട് യൂത്ത് ആൾക്കാർ എടുക്കാറില്ല എന്ന് ഞാൻ പറയാറില്ല, യങ്സ്റ്റേഴ്സ് എടുക്കാറുണ്ട്. പക്ഷേ മെറ്റൽ ബിൽഡൊക്കെ ആയതുകൊണ്ട് കുറേ ആൾക്കാർ എടുക്കാറുണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും നമ്മൾ ഫിഗേഴ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ വണ്ടി എടുക്കാറുള്ളത് ഏജ്ഡ് ആൾക്കാരും അതുപോലെ നമ്മൾ ഡെയിലി ഓഫീസിൽ പോകുന്ന ആൾക്കാരൊക്കെയാണ് ബജാജ് ചേതക്ക് പ്രിഫർ ചെയ്യുക. കാരണം വേറെ നല്ല നമുക്കൊരു ബിൽഡ് ക്വാളിറ്റി നല്ല വണ്ടിയാകുമ്പോൾ മിക്ക ആൾക്കാർ എടുക്കാറുണ്ട്. അപ്പോൾ ഹോണ്ട ആക്റ്റീവ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമുക്കൊരു ബിൽഡ് ക്വാളിറ്റി ഫുൾ മെറ്റൽ ബോഡി ആകുമ്പോൾ തീർച്ചയായിട്ടും വണ്ടി പ്രിഫർ ചെയ്യാറുണ്ട്. അപ്പോൾ അതുപോലെ ബജാജ് ചേതക്കിൻ്റെ ഈ ഡിസൈൻ എല്ലാവർക്കും അട്രാക്റ്റീവ് ആണ്. അപ്പോൾ അങ്ങനെ കുറേ ആൾക്കാർ അങ്ങനെ വണ്ടി ബുക്ക് ചെയ്യാറുണ്ട്. അതുകൊണ്ട് ഏതറിൻ്റെ ഡിസൈൻ നമ്മൾ നോക്കുകയാണെങ്കിൽ കുറച്ചും സ്പോർട്ടിയർ ലുക്കിലാണ് ഏതർ വരുന്നത്. അപ്പോൾ ആക്ച്വലി യങ്സ്റ്റേഴ്സിനെ ഉദ്ദേശിച്ചാണ് വണ്ടി ഇറക്കുന്നത് തോന്നുന്നു. കാരണം എന്തായാലും കുറേ ആൾക്കാർ അങ്ങനെ എടുക്കുന്നതൊക്കെ യങ്സ്റ്റേഴ്സാണ് ഏതർ എടുത്ത് കണ്ടിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഓവർ നമ്മൾ നോക്കുകയാണെങ്കിൽ ഓവർ നല്ല ഡിസൈനാണ് ഏതർ വന്നിട്ടുള്ളത്. പക്ഷേ ഒരു എന്താ പറയുക ഷാർപ്പർ ഡിസൈനാണ് ഏതർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. നേരെ മറിച്ച് നമ്മുടെ ചേതക്ക് ഡിസൈൻ നോക്കുകയാണെങ്കിൽ ഒരു റെട്രോ ലുക്കിലാണ് വണ്ടി വരുന്നത്. അതിനൊപ്പം തന്നെ മേജർ ചേഞ്ച് ഉള്ളത് ചേതക്ക് വരുന്നത് ഫുൾ മെറ്റൽ ബോഡിയിലാണ് വരുന്നത്. നേരെ മറിച്ച് ഏതറിൻ്റെ കേസാണെങ്കിൽ ഫൈബർ ബോഡി പാനൽസാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു മേജർ ഡിഫറൻസ് നമ്മൾ ഡിസൈൻ ഭാഗത്ത് നോക്കുമ്പോൾ കാണാൻ പറ്റുന്നുണ്ട്. ആക്ച്വലി ഡിസൈൻ ഒന്ന് സബ്ജക്റ്റീവ് പാർട്ടാണ്. നമുക്ക് ഓരോ ആൾക്കാർക്ക് ഓരോ ടൈപ്പ് ഡിസൈൻ ഇഷ്ടപ്പെടുക. അപ്പോൾ എൻ്റെ പേഴ്സണൽ ചോയ്സ് ചോദിക്കുകയാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ചേതക്കായിരിക്കും പ്രിഫർ ചെയ്യുക. കാരണം വേറെ ഒന്നുമില്ല, എനിക്ക് സോളിഡ് ബിൽഡ് വണ്ടിയായിരിക്കും എപ്പോഴും എനിക്ക് എൻ്റെ പേഴ്സണൽ ഇഷ്ടം അങ്ങനെ ആയിരിക്കാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുക ചേതക്കിൻ്റെ വണ്ടിനായിരിക്കും. അത് ഏതറിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ചേതക്കായിരിക്കും കുറച്ചും ബെസ്റ്റ് വാല്യൂ ഫോർ മണി. ഇത് ആക്ച്വലി വന്നിട്ട് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ്. നിങ്ങളുടെ ഒപ്പീനിയൻ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ പറയാം. കാരണം പല ആൾക്കാർക്കും പല ഒപ്പീനിയൻ വരുമായിരിക്കും. അപ്പോൾ എൻ്റെ ഒപ്പീനിയനിൽ ഞാൻ ആക്ച്വലി ഡിസൈനിൽ ഫസ്റ്റ് ഒരു പ്ലസ് പോയിന്റ് കൊടുക്കുന്നത് ചേതക്കിന് തന്നെയായിരിക്കും. അടുത്ത നമ്മൾ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ രണ്ട് വണ്ടി വന്നിട്ട് ബേസ് വേരിയൻസ് ആണ്. അതായത് അപ്പോൾ അധികം ഫീച്ചേഴ്സ് നമ്മൾ എക്സ്പെക്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ എന്നാൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ചേതക്ക് വരുന്നത് LED ഹെഡ് ലാംപ്സ് വരുന്നുണ്ട്, നമുക്ക് ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റേഷൻ ക്ലസ്റ്റർ വരുന്നുണ്ട്, അത് മാത്രമല്ല എക്കോ റൈഡ് മോഡ് വരുന്നുണ്ട്. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് അഡീഷണൽ ഫീച്ചേഴ്സ് വേണമെങ്കിൽ നിങ്ങൾ ടെക് പാക്ക് എന്നുള്ള ഓപ്ഷൻ നിങ്ങൾ അഡീഷണൽ എടുക്കണം. അത് നിങ്ങൾ അഡീഷണൽ പേ ചെയ്യേണ്ട എമൗണ്ട് എന്ന് പറഞ്ഞാൽ 3,000 രൂപയാണ്. അപ്പോൾ ആ ടെക് പാക്കിൽ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ കൂടെ നിങ്ങൾക്ക് സ്പോർട്സ് മോഡ് കിട്ടും, ഹിൽ ഹോൾഡ് കിട്ടും, റിവേഴ്സ് മോഡ് കിട്ടും, പിന്നെ മ്യൂസിക് കൺട്രോൾസ് വരുന്നുണ്ട്, സ്മാർട്ട് ഫോൺ കണക്ടിവിറ്റി ഉണ്ട്, അങ്ങനെ പല ഫീച്ചേഴ്സ് നമുക്ക് അഡീഷണൽ വരുന്നുണ്ട്. പക്ഷേ അവൻ ടെക് പാക്ക് എടുത്താൽ മാത്രമേ കിട്ടുള്ളൂ. നിങ്ങൾ 3,000 അഡീഷണൽ പേ ചെയ്യേണ്ടി വരും. അതേസമയം നമ്മൾ ഏതർ 450Sൻ്റെ കേസ് നമ്മൾ നോക്കുകയാണെങ്കിൽ വണ്ടിക്കകത്ത് LED ഹെഡ് ലാംപ്സ് വരുന്നുണ്ട്, LED ഇൻസ്ട്രുമെൻഷൻ ക്ലസ്റ്റർ വിത്ത് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി വരുന്നുണ്ട്. അതായത് നമുക്കിപ്പോൾ DPU ടെക്നോളജി ഉള്ളൊരു ഇൻസ്ട്രുമെൻഷൻ ക്ലസ്റ്ററാണ് വരുന്നത്. നമുക്ക് ടേൺ ബൈ ടേൺ നാവിഗേഷൻ വരുന്നുണ്ട്. അതുകൂടാതെ നിങ്ങൾക്ക് അഡീഷണൽ ഫീച്ചേഴ്സ് വേണമെങ്കിൽ നിങ്ങൾ അതിനും ഇതേപോലെ ടെക് പാക്ക് പോലത്തെ ഫീച്ചർ അതിനും ഉണ്ട്. അതിൻ്റെ പേര് വന്നിട്ട് പ്രോ പാക്കാണ്. നിങ്ങൾ അഡീഷണൽ എടുക്കേണ്ട എമൗണ്ട് 13,000 രൂപയാണ്. അപ്പോൾ ആ 13,000 നിങ്ങൾ അഡീഷണൽ പേ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അഡീഷണൽ 5 റൈഡ് മോഡ്സ് കിട്ടും, ഹിൽ ഹോൾഡ് കിട്ടും, ഫാൾ സേഫ്, അതുപോലെ ഏതർ കണക്ട് ആപ്പ് ഫീച്ചേഴ്സ് കിട്ടും. അപ്പോൾ എല്ലാതും കിട്ടും. നിങ്ങൾ അഡീഷണൽ പേ ചെയ്യേണ്ടി വരും. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാം ഏതർ ആക്ച്വലി കുറച്ച് കോസ്റ്റ്ലിയർ വെഹിക്കിളാണ്. അതിൻ്റെ കൂടെ നിങ്ങൾ അഡീഷണൽ 13,000 എടുത്താൽ മാത്രമേ അത് കിട്ടുള്ളൂ. അപ്പോൾ ഏതിൻ്റെ വില വീണ്ടും കൂടും. ഇപ്പോൾ സാധാരണ കണ്ടുവരുന്നത് നമ്മളിപ്പം സാധാരണ ആൾക്കാർ എടുക്കാറില്ല ടെക് പാക്ക്. കാരണം ബേസ് വേരിയൻ്റ് എടുത്തിട്ട് മാത്രമേ പോകാൻ കണ്ടിട്ടുള്ളൂ. 13,000 എടുത്തിട്ട് എനിക്കധികം തോന്നുന്നില്ല ആരെങ്കിലും പ്രിഫർ ചെയ്യുമെന്ന്. കാരണം എന്തായാലും എനിക്കത് വെർത്തായിട്ട് തോന്നുന്നില്ല. അടുത്ത നമ്മൾ ബാറ്ററി മോട്ടർ ഒന്ന് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ചേതക്കിൽ ഉപയോഗിക്കുന്നത് 2.88 കിലോവാട്ടിൽ ലിഥിയം അയൺ ബാറ്ററി ഉപയോഗിക്കുന്നത്, 123 കിലോമീറ്റർ IDC റേഞ്ചും 63 km/h ടോപ്പ് സ്പീഡും പറയുന്നുണ്ട്. നേരെ മറിച്ച് ഏതറിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ 2.9 കിലോവാട്ടിൻ്റെ ബാറ്ററി ഉപയോഗിക്കുന്നത് നമുക്ക് 115 കിലോമീറ്റർ IDC റേഞ്ചും 90 km ടോപ്പ് സ്പീഡ് കമ്പനി പറയുന്നത്. അതുപോലെ മോട്ടറിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ ചേതക്ക് വരുന്നത് PMS ഒരു സൈഡ് മൗണ്ടർ മോട്ടറാണ് വരുന്നത്. 4.2 കിലോവാട്ട് പീക്ക് പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതേസമയത്ത് ഏതറിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ ഇതിൽ ബെൽറ്റ് ഡ്രിവൺ PMSM മോട്ടറാണ്. 6.4 കിലോവാട്ടാണ് പീക്ക് പവർ, 26 Nm ടോർക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം ഒരു ഓൾമോസ്റ്റ് സിമിലറാണ് എനിക്ക് തോന്നുന്നത് കണ്ടിട്ട്. പക്ഷേ റേഞ്ചിലാണ് കുറച്ച് മാറ്റം വന്നിട്ടുള്ളത്. നമുക്ക് ബജാജ് ചേതക്കിലാണ് കുറച്ചും കൂടുതൽ റേഞ്ച് കിട്ടുന്നത്. പക്ഷേ ടോപ്പ് സ്പീഡ് ആ സമയത്ത് കുറച്ച് കുറയുന്നുണ്ട്. അപ്പോൾ ആക്ച്വലി നമുക്ക് സിറ്റി ഡ്രൈവ് അല്ലെങ്കിൽ നിങ്ങൾ ഡെയിലി ഓഫീസിൽ പോകുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും നമുക്ക് സിറ്റിയിലേക്കും കൂടുതൽ ഓടിക്കുക. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് തീർച്ചയായിട്ടും ചേതക്കായിരിക്കും ബെസ്റ്റ് വാല്യൂ ഫോർ മണി.
അടുത്ത നമ്മൾ ഹാർഡ്വെയർസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ചേതക്ക് വരുന്നത് സിംഗിൾ സൈഡ് സസ്പെൻഷനാണ് വരുന്നത് ഫ്രണ്ടിൽ. അതുപോലെ ബാക്കിൽ വന്നിട്ട് മോണോ സസ്പെൻഷൻ വരുന്നുണ്ട്. നമുക്ക് 12 ഇഞ്ചിൻ്റെ അലോയ് വീൽസും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കൂടാതെ നമുക്ക് ഡിസ്ക് ബ്രേക്ക് പ്രൊവൈഡ് ചെയ്തിട്ടില്ല, ഡ്രം ബ്രേക്സ് ആണ് ഫ്രണ്ടിലും ബാക്കിലും പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആക്ച്വലി അതൊരു ഡ്രോബാക്ക് ആയിട്ട് തോന്നുന്നുണ്ട്. പക്ഷേ നമ്മൾ പ്രൈസ് വെച്ച് നോക്കുമ്പോൾ ആക്ച്വലി വലിയ കുഴപ്പമായിട്ട് തോന്നുന്നില്ല. അടുത്ത ഏതെങ്കിലും കേസ് നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൽ ഫ്രണ്ടിൽ വരുന്ന ടെലിസ്കോപ്പിക് സസ്പെൻഷനാണ്, ബാക്കിൽ വന്നിട്ട് മോണോ സസ്പെൻഷൻ വരുന്നുണ്ട്. നമുക്ക് 12 ഇഞ്ചിൻ്റെ അലോയ് വീൽസ് അതിലും വരുന്നുണ്ട്. പക്ഷേ അതിൽ നമുക്ക് ഫ്രണ്ടിലും ബാക്കിലും വന്നിട്ട് ഡിസ്ക് ബ്രേക്ക് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു കേസിൽ നമുക്ക് നോക്കുമ്പോൾ ഏതാണ് കുറച്ച് മുന്നിൽ നിൽക്കുന്നത്. കാരണം ഫ്രണ്ടിലും ബാക്കിലും ഡിസ്ക് ബ്രേക്ക് വരുമ്പോൾ കുറച്ച് വണ്ടി സേഫാണ്. അപ്പോൾ അങ്ങനെ ഒരു വ്യത്യാസം വരുന്നുണ്ട്. ചേതക്ക് ആക്ച്വലി വണ്ടിക്ക് കുറച്ച് മെറ്റൽ ബിൽഡ് വണ്ടിയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഫ്രണ്ടിലും ബാക്കിലും ഡിസ്ക് കൊടുക്കേണ്ടതായിരുന്നു. അപ്പോൾ എന്താണ് കൊടുക്കുന്നറിയില്ല. എന്നാൽ ഡ്രം ബ്രേക്സ് ആണ് ചേതക്ക് വരുന്നത്. അപ്പോൾ ഈ ഒരു കേസിൽ ഹാർഡ്വെയർസിന് കേസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏതാണ് മുന്നിൽ നിൽക്കുന്നത്. അടുത്ത നമ്മൾ പ്രൈസിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ പ്രൈസ് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ എക്സ്ഷോറും വില എന്ന് പറയുകയാണെങ്കിൽ ചേതക്കിൻ്റെ കൊച്ചിയിലെ എക്സ്ഷോറും വില വരുന്നത് 99,998 രൂപയും. ഏതർ 450S കേസ് നമ്മൾ നോക്കുകയാണെങ്കിൽ എക്സ്ഷോറും വില കൊച്ചിയിൽ വരുന്നത് 1,25,861 രൂപയാണ് വരുന്നത്. അപ്പോൾ റഫിൽ നമുക്ക് 26,000 രൂപ ഡിഫറൻസ് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് 26,000 വെർത്താണ്. പക്ഷേ അതിൽ കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. കാരണം വേറെ ഒന്നുമില്ല, നിങ്ങൾ എവിടെ താമസിക്കുന്നു എന്നുള്ളൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം തന്നെയാണ്. അപ്പോൾ നിങ്ങൾ മെട്രോ സിറ്റീസൊക്കെ താമസിക്കുകയാണെങ്കിൽ, അതായത് നിങ്ങളുടെ ഏതെങ്കിലും ഗ്രിഡ് കണക്ടിവിറ്റി ഉള്ള സ്ഥലത്ത് നിങ്ങൾ താമസിക്കുകയാണെങ്കിൽ നിങ്ങൾ അഡീഷൻ 26,000 നിങ്ങൾ കൊടുക്കുന്ന വെർത്ത് തന്നെയാണ്. കാരണം വേറെ ഒന്നുമില്ല, നമുക്ക് ചാർജിങ് കിട്ടുന്നുണ്ട്, ഫാസ്റ്റ് ചാർജിങ് നെറ്റ്വർക്ക് അതിൽ എസ്റ്റാബ്ലിഷ് ആണ് ഏതെങ്കിലും കേസിൽ. അപ്പോൾ ആ ഒരു കേസ് നമ്മൾ നോക്കുമ്പോൾ തീർച്ചയായിട്ടും 26,000 വെർത്ത് തന്നെയാണ്. നേരെ മറിച്ച് നമ്മൾ ചേതക് 2901 നമ്മൾ നോക്കുകയാണെങ്കിൽ അവർക്ക് അങ്ങനത്തെ ഇൻഫ്രാസ്ട്രക്ചർ ഒന്നും ഇല്ല. നമുക്ക് വീട്ടിൽ തന്നെ ചാർജ് ചെയ്യേണ്ടി വരും. അപ്പോൾ സ്ലോ ചാർജിങ് ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. നമുക്ക് 6 മണിക്കൂർ 30 മിനിറ്റ് ഉള്ള വണ്ടി ഫുൾ ചാർജ് ആകാൻ. അപ്പോൾ അങ്ങനെ കേസ് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഏതായിരിക്കും കുറച്ച് മുന്നിൽ നിൽക്കുന്നത് ഈ ഒരു കേസിൽ. പക്ഷേ ഒരു കണ്ടീഷൻസ് ഉള്ള ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ അങ്ങനത്തെ ലൊക്കേഷനാണ് ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ എല്ലാ ലൊക്കേഷനും അത് കിട്ടത്തില്ല. അപ്പോൾ അങ്ങനെ ലൊക്കേഷനാണ് നിങ്ങൾ താമസിക്കുന്നുണ്ടെങ്കിൽ, അതായത് ഏതറിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ എസ്റ്റാബ്ലിഷ് ആയ ലൊക്കേഷനാണ് നിങ്ങളുടെ വീടെങ്കിൽ നിങ്ങൾക്ക് ആക്ച്വലി വെർത്ത് തന്നെയായിരിക്കും. അടുത്ത വണ്ടി ചാർജിങ് ടൈം നോക്കുകയാണെങ്കിൽ ഏതർ 450S ചാർജ് ആകാൻ വേണ്ടി 0 to 100 എടുക്കുന്നത് 8 മണിക്കൂർ 36 മിനിറ്റുമാണ്. അതേസമയം നമ്മൾ ബജാജ് ചേതക്ക് 2901 നോക്കുകയാണെങ്കിൽ 6 മണിക്കൂർ കൊണ്ട് ഫുൾ ചാർജ് ആകുന്നുണ്ട്. അതുപോലെ നമ്മൾ വാറണ്ടി ഡേയ്സ് നമ്മൾ അടുത്ത് നോക്കുകയാണെങ്കിൽ ഏതറിന് കമ്പനി സ്റ്റാൻഡേർഡ് വാറണ്ടി എടുക്കുന്നത് 3 വർഷവും 30,000 കിലോമീറ്ററാണ്. നേരെ മറിച്ച് നമ്മൾ ചേതക്കിൻ്റെ കേസ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് വാറണ്ടി കിട്ടുന്നത് 3 വർഷവും 50,000 കിലോമീറ്ററാണ് വരുന്നത്. അപ്പോൾ 2 കേസ് നമ്മൾ നോക്കിയാൽ നമുക്ക് ചേതക്കാണ് കുറച്ചും ബെറ്റർ ആയിട്ട് നമുക്ക് തോന്നുന്നത്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ഇതിൽ ഏത് വണ്ടി എടുക്കണം? അപ്പോൾ അതിൽ കൺക്ലൂഷൻ നമ്മൾ പറയുകയാണെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും ഗ്രിഡ് കണക്ടിവിറ്റി ഉള്ള ലൊക്കേഷനാണ് നിങ്ങൾ താമസിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ആക്ച്വലി വണ്ടി വെർത്ത് തന്നെയായിരിക്കും. 26,000 കൊടുത്താൽ നിങ്ങൾക്ക് വണ്ടി വെർത്ത് തന്നെയാണ്. നമുക്ക് ഫാസ്റ്റ് ചാർജിങ്ങും എല്ലാം നിങ്ങൾക്ക് സപ്പോർട്ട് കിട്ടുന്നുണ്ട്. നേരെ മറിച്ച് ചേതകിൻ്റെ കേസ് നമ്മൾ നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഓഫീസിൽ പോകുന്ന ആൾക്കാരാണ് നിങ്ങൾ, മാത്രമല്ല നിങ്ങൾക്ക് ഒരു ലിമിറ്റഡ് കിലോമീറ്റേഴ്സ് മാത്രമേ നിങ്ങൾക്ക് ഡെയിലി ഓട്ടോ ഉള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് തീർച്ചയായിട്ടും ചേതക്കായിരിക്കും വെർത്ത്. കാരണം നിങ്ങൾക്ക് എന്താ പറയുക, വീട്ടിൽ തന്നെ വണ്ടി ചാർജ് ചെയ്ത് കൊണ്ടുപോകാം. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചേതക്കിലേക്ക് പോകാം. അപ്പോൾ ഞാൻ എൻ്റെ പേഴ്സൺ ചോദിച്ചാൽ പറയുകയാണെങ്കിൽ തീർച്ചയായും ചേതക്കായിരിക്കും പ്രിഫർ ചെയ്യുക. കാരണം വേറെ ഒന്നുമല്ല, എനിക്ക് സോളിഡ് ബിൽഡ് വണ്ടിയാണ് എപ്പോഴും താല്പര്യം. അപ്പോൾ അങ്ങനെ എൻ്റെ പേഴ്സൺ ചോദിച്ചാൽ പറയുന്നത് തീർച്ചയായും ഞാനത് ബജാജ് ചേതക്കായിരിക്കും വണ്ടി പ്രിഫർ ചെയ്യുക. ആക്ച്വലി വന്നിട്ട് ബിൽ ക്വാളിറ്റി മാത്രമല്ല, നമ്മൾ പ്രൈസ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എന്തുമാത്രം വില കൊടുക്കുന്നു എന്നുള്ള ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എപ്പോഴും വന്നിട്ട് പുറത്ത് പോയി ഫാസ്റ്റ് ചാർജിങ് ചെയ്യാൻ നമ്മൾ ആരും താല്പര്യപ്പെടാറില്ല. എല്ലാം വീട്ടിൽ തന്നെ ചാർജ് ചെയ്യുക. അപ്പോൾ അങ്ങനെ നോക്കിയാലും ബജാജിൻ്റെ ചേതക്ക് 2901 ആയിരിക്കും ഏറ്റവും ബെസ്റ്റ് വാല്യൂ ഫോർ മണി. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു. ഇഷ്ടപ്പെട്ട തീർച്ചയായും ലൈക്ക് ചെയ്യണേ. അതുപോലെ നിങ്ങൾ ചാനൽ അതുമായിട്ട് കാണുകയാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. കൂടെ നിങ്ങൾ ബെല്ലൈക്കൺ പ്രസ് വെച്ച് ഇങ്ങനത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോ നിങ്ങൾക്ക് ആദ്യമേ നോട്ടിഫിക്കേഷൻ വരികയും ചെയ്യേ. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, മറ്റേ ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് ഇനിയും കാണാം. ടിൽ ദെൻ ടാറ്റ, ബൈ ബൈ, ഹാവ് എ സേഫ് ഡ്രൈവിംഗ്, ടേക്ക് കെയർ.